ഹായ് ഓൾ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റ്സിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കരമടച്ച പേപ്പറുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ കരമടച്ച പേപ്പർ കിട്ടാൻ ഉണ്ടായ ഒരു ഡോക്യുമെൻ്റാണ് ആധാരം അഥവാ പ്രമാണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമുക്കൊരു വ്യക്തി തരികയെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വ്യക്തിയുടെ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഒരു ആധാരം അല്ലെങ്കിൽ പ്രമാണം ഉണ്ടാവും. ആ ഡോക്യുമെൻ്റ് ബേസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അതിന് മുന്നേ ഒരു പട്ടയം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള പല പല ഡോക്യുമെൻറ്റ്സ് ഒരു സ്ഥലത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയും അല്ലെന്നുണ്ടെങ്കിൽ ആധാരത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ ആധാരം നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥലം എന്നുള്ള രീതിയിൽ ആ സ്ഥലത്തിൻ്റെ ആധാരം മുഴുവനായിട്ടും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് നമ്മളുടെ തന്നെ ഉത്തരവാദിത്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ ആധാരം എന്ന് പറയുന്ന ഈ സാധനം മുഴുവനായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓരോ ലാൻഡ് ഓണേഴ്സിൻ്റെയും കടമയാണ്. അപ്പോൾ ആ ആധാരം നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് എടുക്കുക. ചിലപ്പോൾ അത് ബാങ്കിലായിരിക്കും ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ബാങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫോട്ടോ കോപ്പി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ഓഫീസ് എന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രൂ കോപ്പി ലഭിക്കാനുള്ള സംവിധാനം നിങ്ങൾക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതൊന്ന് ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്യുക. അതൊന്ന് നിങ്ങളത് വായിച്ച് നോക്കുക. അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് തന്ന വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും ഉണ്ടാവും, ഏത് തരത്തിലുള്ള ആധാരമാണെന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ആധാരം കിട്ടാനുണ്ടായ മുന്നാധാരമോ പട്ടയമോ ആ ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഡോക്യുമെൻറ്റിനകത്തുണ്ടാവും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എലിക എഴുതിയിട്ടുള്ള പേജ്. അതായത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഈ 4 ദിക്കിലും ആരൊക്കെയാണ് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ചുറ്റിനും താമസിക്കുന്നതെന്നുള്ളത്, അതായത് നിങ്ങൾ വാങ്ങിയ സമയത്തുള്ള ഈ അയൽപ്പക്കക്കാർ ആരൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ച് നോക്കുക. ഇപ്പോഴും ആ വ്യക്തികൾ അവിടെ താമസമോ അല്ലെന്നുണ്ടെങ്കിൽ കൈവശമോ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റ് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു സർവേയർ നോക്കുമ്പോഴത്തേക്കും എലികയെല്ലാം ഉണ്ട്, പക്ഷേ ആ എലികയിലുള്ള ഒരു വ്യക്തികൾ ഇപ്പോൾ പ്രദേശത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ സർവേയർക്ക് സംശയം ഉണ്ടാവാം. നിങ്ങളുടെ സ്ഥലം അവിടെ തന്നെയാണോ, നിങ്ങളൊരു കള്ളമായിട്ടുള്ള ആധാരമോ പ്രമാണമാണോ കൊടുക്കുന്നതെന്നുള്ള സംശയം ഉണ്ടാവാം. അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ആ പറയുന്ന ദിക്കുകളിലുള്ള വ്യക്തികൾ എത്ര പേർക്ക് കൈമറിഞ്ഞു പോയി അല്ലെങ്കിൽ വിറ്റുപോയി എന്നുള്ളതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർവേയർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളതാണ്. അപ്പോൾ എലികയിലുള്ള വ്യക്തികളുടെ പേരുകൾ, എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റുപോയി, അപ്പോൾ എത്ര കാലമായി അവർ വിറ്റുപോയിട്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റിലുള്ള കൃത്യമായിട്ടുള്ള വിസ്തീർണം, സർവേ നമ്പർ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിസ്തീർണം ചിലപ്പോൾ ഏക്കർ സെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഹെക്ടർ 6 സ്ക്വയർ മീറ്ററിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആ എഴുതിയിരിക്കുന്ന ഏരിയ തന്നെയാണോ കരമടച്ച പേപ്പറിനകത്തുള്ള കൃത്യം ഏരിയ നമ്പേഴ്സൊക്കെ കൃത്യമായിട്ട് അത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റിനകത്തുള്ള പേര് തന്നെയാണോ കരമടച്ച പേപ്പറിനകത്തുള്ള പേര്, അക്ഷരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഡോക്യുമെൻറ്റിലുള്ള വിസ്തീർണത്തിൻ്റെ നമ്പേഴ്സും കൃത്യമാണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ കരമടച്ച പേപ്പറിനകത്ത് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും തണ്ടപ്പേര് നമ്പർ ഉണ്ടാവും. ആ ഒരു നമ്പറാണ്. ആ നമ്പർ ടാക്സ് റെസിപ്റ്റ്, അതായത് കരമടച്ച പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഏത് ദേശത്തിലുള്ള സ്ഥലമാണെന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഉള്ളത് ഏത് വില്ലേജിൻ്റെതാണ് അത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഉറപ്പ് വരുത്തുക. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും നിങ്ങളുടെ വിശ്വസ്തർക്കും ഒന്ന് മനസ്സിലാക്കാനുമുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയേ ഉള്ളൂ. സർവേ സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻ്റ് നിങ്ങളുടെ പ്രസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഈ പറയുന്ന സർവേയർക്ക് ഈ ഡോക്യുമെൻ്റ് കൈമാറി ഡീറ്റെയിൽസ് മാത്രം സർവേയർക്ക് കൊടുത്ത് സർവേയർ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് തിരിച്ചു തരും. അപ്പോൾ അത് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളൊരു വ്യക്തിക്ക് ഈ ഡോക്യുമെൻറ്റിനെ പറ്റി ചിലപ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സർവേയർക്ക് വീണ്ടും സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെയും പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ
ഡോക്യുമെൻറ്റിനെ പറ്റി മനസ്സിലാക്കുക. ഡോക്യുമെൻറ്റ്സ് ഏത് ഡോക്യുമെൻറ്റിൽ നിന്നാണ്, ഏത് മുന്നാധാരത്തിൽ നിന്നാണ് വന്നത്, ഏത് പട്ടയത്തിൽ നിന്നാണ് വന്നെന്നുള്ള കാര്യമൊക്കെ പറ്റി മനസ്സിലാക്കുക. അതുപോലെ തന്നെ കരമടച്ച പേപ്പറിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ സ്ഥലത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ വീണ്ടും ഓർമ്മ പുതുക്കും എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.